ുള്ള പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ, മോർച്ച അധ്യക്ഷന്മാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, മേഖലാ ഭാരവാഹികൾ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അഭ്യുദയകാംക്ഷികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സഹോദരി സഹോദരന്മാർ, മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷവും അഭിമാനവും ആഹ്ലാദവും അലതല്ലുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്തെ പാർട്ടിക്ക് സ്വന്തമായ ഒരു കാര്യാലയവും കേരളത്തിലെ 14 ജില്ലകളിലും സ്വന്തമായ കാര്യാലയവും വേണം എന്നുള്ള പാർട്ടിയുടെ ചിരകാല ആഗ്രഹത്തിൻ്റെ സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. തിരുവനന്തപുരത്തും നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ഇനോഗ്രേഷൻ പൂർത്തിയായില്ലെങ്കിലും ശ്രീ സുരേഷ് ഗോപി അവர்கள் MP ആയതിനു ശേഷമാണ് നമ്മളവിടെ പാലുകാച്ചൽ നടത്തി അതിമനോഹരമായിട്ടുള്ള ഏതാണ്ട് 60,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് മനോഹരമായിട്ടുള്ള എല്ലാ അത്യന്താധുനിക സൗകര്യങ്ങളുമുള്ള ഒരു മാരാർജി ഭവൻ നമ്മളവിടെ പണിതു. നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുടെ ഡേറ്റിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒഫീഷ്യലായിട്ട് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കും. അത് കഴിഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും നമ്മുടെ പുതിയ കാര്യാലയങ്ങളുടെ നിർമ്മാണം നടന്നു കഴിഞ്ഞു. പലതും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. ചില കാര്യാലയങ്ങളുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ അനീഷ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കുറഞ്ഞ കാലയളവിനുള്ളിൽ പണി പൂർത്തിയാക്കിയ കാര്യാലയം തൃശ്ശൂരിലെ കാര്യാലയമാണ്. വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും, എല്ലാ സൗകര്യങ്ങളുമുള്ള, ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന, വളരെ മനോഹരമായ ഒരു ജീവിക്കുന്ന, സാധാരണ കെട്ടിടങ്ങൾ പലതും ജീവിക്കുന്ന ഒരു ഓഫീസ്, ഒരു ലൈവ് ഓഫീസ്, അതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എന്നാൽ ആഡംബരങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ട്. വെറും 11 മാസം കൊണ്ടാണ് നമ്മൾ ഈ നിർമ്മാണം പൂർത്തിയാക്കിയത്. സംസ്ഥാനത്ത് 5 വർഷം മുമ്പ് നമ്മൾ കാര്യാലയ നിർമ്മാണത്തിന് വേണ്ടി തന്നെ ഒരു പ്രത്യേക സംവിധാനം ഒരുക്കിയിരുന്നു. നമ്മുടെ ഓഫീസുകൾ പലതും വാടക കെട്ടിടങ്ങളിലായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മാരാർജി സ്മാരക ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് നമുക്കുണ്ട്. KV ശ്രീധരൻ മാസ്റ്റർജിയും അതുപോലെ O രാജഗോപാൽജിയും അതുപോലത്തെ മുതിർന്ന നേതാക്കളും എല്ലാം സ്ഥാപിച്ച ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് ഇപ്പോഴും തുടരുന്നത്. അതിന് ധാരാളം സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. പാർട്ടിയുടെ അഭ്യുദയകാംക്ഷികളും സുഹൃത്തുക്കളും എല്ലാം നമുക്ക് നൽകിയ കുറെ ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. പക്ഷെ ജില്ലാ കേന്ദ്രങ്ങളിൽ നമുക്ക് ഇതുപോലെ മനോഹരമായ ഒരു ഓഫീസ് പണിയുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് പലയിടത്തും ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് പുതിയ ഓഫീസ് പണിയുമ്പോൾ ഒരു സ്ഥലം ഒരു പ്രധാന പ്രശ്നമായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥലത്തിന്റെ വില അറിയാമല്ലോ. പൊളിറ്റിക്കൽ പാർട്ടി ആയതുകൊണ്ട് ആരും തന്നെ ഇത്രയും വലിയ സ്ഥലം, ഇത്രയും ചെലവ് വരുന്ന സ്ഥലം നമുക്ക് അങ്ങനെ വെറുതെ ലഭിക്കാനും പോകുന്നില്ല. അപ്പം എല്ലായിടത്തും നമുക്ക് സ്ഥലം വില കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വന്നു. മറ്റ് സഹായങ്ങളൊക്കെ പൊതുജനങ്ങളിൽ നിന്നും അഭ്യുദയകാംക്ഷികളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സ്ഥലം വില കൊടുത്ത് വാങ്ങുക എന്നുള്ളതൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു പലയിടങ്ങളിൽ. ഇപ്പോൾ കൊച്ചിയിലൊക്കെ നമ്മുടെ ഓഫീസിന് സ്ഥലം കണ്ടുപിടിക്കാൻ, തൃശ്ശൂർ നഗരത്തിലൊക്കെ ഓഫീസിന് സ്ഥലം കണ്ടുപിടിക്കാനുള്ള കാലതാമസം അങ്ങനെയാണ് പലപ്പോഴും ഉണ്ടായത്. അതുകൊണ്ടാണ് അനീഷ് ഇവിടെ സൂചിപ്പിച്ച കാലതാമസം നമ്മുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. നമ്മുടെ ഓഫീസിലുള്ള അനുമതി, നമ്മുടെ സെൻട്രൽ പാർട്ടി ഓരോ ജില്ലയിലും ഓഫീസ് പണിയുമ്പോൾ അതിൻ്റെ സെൻട്രൽ പാർട്ടിയുടെ ഒരു മോണിറ്ററിംഗിലാണ് ഈ ഓഫീസുകളെല്ലാം പണിയുന്നത്. സംസ്ഥാനത്ത് നമ്മുടെ രാജഗോപാൽജിയാണ് അതിൻ്റെ 5 വർഷമായിട്ട് അതിൻ്റെ വേറെ ഒരു ജോലിയും ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടില്ല. എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ജോലിയുണ്ട്. നമ്മുടെ പഴയ ട്രഷററാണ്. ട്രഷറർ പദവി ഒഴിഞ്ഞതിന് ശേഷം ശ്രീ രാജഗോപാൽജിയെ പൂർണ്ണമായിട്ടും ഓഫീസ് നിർമ്മാണങ്ങളുടെ ജോലി ഏൽപ്പിച്ചു. അദ്ദേഹം അസലായിട്ട് ഓരോ ജില്ലയിലും ചെന്ന് അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായിട്ട് ഒരു പാളിച്ചയും ഇല്ലാതെ അത് നടത്താൻ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ ഓഫീസുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചു. ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലായിടത്തും ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു നമ്മൾ. ഇവിടെ അനീഷ് സൂചിപ്പിച്ച മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരു ബില്ലുണ്ടായിരുന്നു, നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നേടിയെടുത്തേ മതിയാവൂ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഒരു ശങ്ക വേണ്ട, നമുക്ക് ഓഫീസ് നിർമ്മാണവും നടക്കണം, ഇലക്ഷനും നടക്കണം, ഒരു ശങ്ക വേണ്ട എന്നുള്ളൊരു നിലപാട് നമ്മളെടുത്ത്
അതിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയപ്പോൾ നമുക്ക് ഓഫീസ് നിർമ്മാണവും കാലത്തിൽ പൂർത്തിയാക്കാൻ പറ്റി. നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി നമുക്ക് ഇവിടുന്ന് MBA ശ്രീ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളൊരു ഇരട്ടി മധുരം. അപ്പോഴാണ് ഓഫീസ് പണി എങ്ങനെയാണ് 11 മാസം കൊണ്ട് പൂർത്തിയാക്കിയതെന്ന് അറിയുമ്പോഴാണ് ഇതാ വരുന്നു, ഇനി 2 ഓഫീസും കൂടി നമുക്ക് വേണം. നമ്മുടെ ജില്ലകളെല്ലാം വിഭജിച്ചു. അതിനുശേഷം പുതിയ വിഭജിച്ചു എന്ന് പറയുന്നതിന് കാര്യം നല്ലത് ഡീലിമിറ്റ് ചെയ്തു നമ്മുടെ ജില്ലകളെല്ലാം. ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ സംഘടനാപരമായിട്ട് 3 ജില്ലകളായി. അനീഷിന്റെയും ടീമിന്റെയും ഇവിടുത്തെ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെയും രാജഗോപാൽജിയുടെയും ജോലി അവസാനിക്കുന്നില്ല. ഇതേപോലെ മറ്റ് 2 ജില്ലകളിലും നമുക്ക് അതിമനോഹരമായ ഓഫീസ് വൈകാതെ പൂർത്തിയാക്കണമെന്നുള്ളതാണ് അടുത്ത നമ്മുടെ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ 2025 ലോക്കൽ ബോഡി ഞാൻ പറയുന്നില്ല, കാരണം അത് കുറച്ചൊരു കടന്നുകൈയായി പോകും. പക്ഷെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 അതിമനോഹരമായിട്ടുള്ള ജില്ലാ കാര്യാലയങ്ങൾ കൂടി ഈ തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ നമുക്ക് ഇനി 30 ജില്ലാ കാര്യാലയങ്ങൾ വേണം. നമ്മൾ 30 ജില്ലകളായിട്ടാണ് ഡീലിമിറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, ഞാൻ അധികം മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, നമുക്ക് ഒരു നിമിഷം പോലും വിശ്രമിക്കാനുള്ള സമയമില്ല. എല്ലാവരും വിചാരിച്ച് MB ആയി മന്ത്രിയായി സുഖമായി ഇനിയിപ്പോ നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. മന്ത്രിക്കും സമയമില്ല, നമുക്കും സമയമില്ല. ഒരു സെക്കൻഡ് പോലും നമുക്കിനി വിശ്രമിക്കാൻ സമയമില്ല. ഒരു 10 മാസം കഴിയുമ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനാണ്. അത് കഴിഞ്ഞ് 4 മാസം കഴിയുമ്പോൾ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് കേരളത്തിൽ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ കാണുമ്പോൾ എല്ലാവരും പറയുന്നു ഇനി BJP അല്ലാതെ കേരളത്തിൽ മറ്റാരും, കേരളത്തിന്റെ ഇന്നത്തെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ ഇനി മറ്റാർക്കും സാധിക്കില്ല. ഒരേ ഒരു ഓൾട്ടർനേറ്റീവ് BJP ആണ്. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ആ നിലയിലാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരുതരം വെപ്രാളം പിടിച്ച രീതിയിൽ UDF-ഉം LDF പ്രവർത്തിക്കുന്നത്? ഇന്ന് രാവിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ്, സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു അശ്ലീലമാണ്. നിങ്ങൾ ആലോചിക്കുക, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ ഒരു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് സാധിക്കുന്നത്? പേടിച്ചിരിക്കുന്നു വല്ലാതെ. സുരേഷ് ഗോപി ജയിച്ചു, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു, 20% വോട്ടിലേക്ക് NDA എത്തി. അതുകൊണ്ട് ഏത് നിലയിലും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഭയപ്പെടുത്തി BJP വരാൻ പോകുന്നു. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ കരുതിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് സനാതന ധർമ്മത്തെ വള്ളു പറയുക, ആക്ഷേപിക്കുക, എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ വലിയ വിവാദമാണ്, ഷർട്ട് ഊഴണോ ഇടണോ. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണോ? മുഖ്യമന്ത്രി അതിലങ്ങ് ആദ്യം പിടിച്ചിരിക്കുകയാണ്. പിണറായി വിജയനും സെക്രട്ടറിയും അത് ഏറ്റെടുത്തിരിക്കും. ഷർട്ട് ഊരണോ ഇടണോ. ഇതാണിപ്പോ വലിയ വിവാദം. എന്തിനാണ് ഈ വിവാദം? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഐക്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തല്ലിക്കെടുത്തണം, തമ്മിലടിക്കണം, എന്നിട്ട് അതിൽ നിന്ന് ചോര കുടിക്കണം. അതാണിപ്പോ ഈ ഒരു വിവാദത്തിനെല്ലാം പിന്നിൽ. അതും ശിവഗിരി തീർത്ഥാടന സ്ഥലത്താണ് മുഖ്യമന്ത്രി അത് ഏറ്റുപിടിച്ചു. ഷർട്ട് ഊരണോ വേണ്ടേ എന്നൊക്കെയുള്ള കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ വലിയ തർക്കമൊന്നുമില്ല. ഷർട്ടിട്ട് പോകുന്ന അമ്പലങ്ങളിൽ എല്ലാവരും ഷർട്ടിട്ട് പോകും. ഷർട്ടിട്ട് പോകാത്ത അമ്പലങ്ങളിൽ തൽക്കാലം ആരും ഷർട്ടിട്ട് പോകില്ല. നമ്മുടെ നാട് അങ്ങനെയാണ്. ഓർമ്മയില്ലേ, ശബരിമലയിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിട്ട് യുവതികളെ പ്രവേശിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ നമ്മുടെ നാട്ടിൽ തയ്യാറാവും? കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീ ശബരിമലയിൽ ഒരു യുവതി 10 വയസ്സിന് 60 വയസ്സ് ഒരാളെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. മിസ്റ്റർ പിണറായി വിജയൻ, ഇത് കേരളമാണ്. നിങ്ങൾ അങ്ങനെ ഭീഷണിപ്പെടുത്തിയാലും ഭയപ്പെടുത്തിയാലും ആൾക്കാർ തീരുമാനം എടുക്കില്ല. ഒരൊറ്റ യുവതി ശബരിമലയിൽ പോകാൻ, ഞാൻ ഒരുപാട് ആളുകളെ നിരീക്ഷിച്ചു, SFI-കാരികൾ, DYFI-കാരികൾ, ചുംബന സമരത്തിൽ പോയവരെ സ്ത്രീകളെ ഞാൻ നോക്കി, അവരാരും പോകാൻ കഴിയും. പരസ്യമായിട്ട് കിസ് ഓഫ് ലവ് എന്താണ് അത് നടത്തിയില്ലേ കൊച്ചിയിൽ? അവരിൽപ്പെട്ട ഒരു DYFI-കാരിയും ഒരു SFI-കാരിയും പോകാൻ തയ്യാറല്ല. അവസാനം ആന്ധ്രയിൽ നിന്ന് ഏതോ മനീതി സംഘങ്ങളെ ഈ പിണറായി വിജയന് കൂട്ടിക്കൊണ്ട് വരേണ്ടി വന്നു കേരളത്തിൽ ശബരിമലയിലെ യുവതി പ്രവേശനം നടത്താൻ പോലീസിന്റെ അകമ്പടിയോടുകൂടി. കേരളത്തിൽ ആരും തയ്യാറായില്ല. കാരണം നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ആചാരങ്ങളും മറ്റു കാര്യങ്ങളും തിരുത്താൻ ആൾക്കാർ തയ്യാറാവില്ല. ഞങ്ങൾ തയ്യാറാവും, കേരളത്തിലെ അമ്മമാര് സ്ത്രീകൾ തയ്യാറാവും, അല്ലെ പുരുഷന്മാർ ഷർട്ടിട്ട് പോകാൻ തയ്യാറാവും. പറയേണ്ടവർ പറയട്ടെ.
എല്ലാവരും ഒരുമിച്ചിരുന്ന് പറയട്ടെ. എല്ലാവരും ഒരുമിച്ചിരുന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം സ്വീകരിക്കും. കേരളത്തിൽ പുറമെ നിന്ന് ആരും വന്നിട്ടല്ല ഇവിടെ ആചാരങ്ങളെല്ലാം പരിഷ്കരിച്ചത്, നമ്മൾ തന്നെയാണ് പരിഷ്കരിച്ചത്. ഇവിടെ അയിത്തം ഉണ്ടായിരുന്നു, അനാചാരങ്ങൾ ഉണ്ടായിരുന്നു, മാറുമറിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല, പലതരത്തിലുള്ള വലിയ ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു. ആരാ പരിഹരിച്ചത്? ഇവിടെ ആരെങ്കിലും വന്നിട്ടാണോ പരിഹരിച്ചത്? ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമികളും അതുപോലെ മന്നത്താചാര്യനും പണ്ഡിറ്റ് കറുപ്പനും അങ്ങനെ വൈകുണ്ഠസ്വാമികളും അങ്ങനെ നമ്മുടെ നാട്ടിലെ നവോത്ഥാന നായകന്മാർ തന്നെയാണ് അവര് മുൻകൈ എടുത്തതിനെല്ലാം. ആരാ ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയത്? വൈക്കം സത്യാഗ്രഹം നടത്തിയത്? ഈ നാട്ടിലെ അവർണന്മാർക്ക് ക്ഷേത്രപ്രവേശനം പോകണമെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തതിൽ മഹാഭൂരിപക്ഷവും ഇവിടെ സവർണരായിട്ടുള്ള ആളുകൾ തന്നെ, നമ്മുടെ സാമൂഹ്യ നവോത്ഥാന നായകന്മാർ. അവർ തന്നെ മുൻകൈ എടുത്തിട്ടാണ്. നിങ്ങളുടെ സഹായം അതിന് ആവശ്യമില്ല. ഇവിടെ അനാചാരങ്ങളുണ്ടെങ്കിൽ, ഇവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പരിഹരിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കേരളത്തിൽ എന്നല്ല ഈ ഭാരതത്തിലെ സനാതന ധർമ്മ വിശ്വാസികൾക്ക് കൃത്യമായിട്ടുള്ള ശക്തിയുണ്ട്. ആരാണ് പാലിയ വിളംബരം നടത്തിയത്? ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ മാത്രം അല്ല, ക്ഷേത്രത്തിൽ പൂജ ചെയ്യാനും അവർണ സമുദായക്കാരന് അവകാശമുണ്ട് എന്നുള്ളത് ഈ നാട്ടിൽ സ്ഥാപിച്ചെടുത്തത് സനാതന ധർമ്മത്തിന്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. RSSും ഹിന്ദു സമാജത്തിലെ ആൾക്കാരും തന്നെയാണ് അതിന് മുൻകൈ എടുത്തത്. ഒരു വിപ്ലവകാരി ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അവർണ പൂജാരിമാർക്ക് പൂജ ചെയ്യാനുള്ള അവകാശം നിയമപരമായി നേടിക്കൊടുത്തത് കേരളത്തിലെ RSS ആണ്. അതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ആരാ പറയുന്നത്? ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ ചെന്ന് നിന്നിട്ട് ആ വിളക്കിനടുത്ത് നിൽക്കുന്നതാണോ നിങ്ങളുടെ ആശാൻ എന്ന് ചോദിച്ച ആളാണ് ചോദിക്കുന്നത് നമ്മളോട്. നമ്മുടെ സ്വന്തം ജില്ലക്കാരനായിട്ടുള്ള ദേവസ്വം മന്ത്രി തീർത്ഥം ശബരിമല അയ്യപ്പന്റെ മുമ്പിൽ തീർത്ഥം വാങ്ങിയിട്ട് ഇങ്ങനെ ആക്കി കളഞ്ഞു. കണ്ടില്ലേ നമ്മൾ? ഇവരൊക്കെ വേണം പഠിപ്പിച്ചിട്ട് വേണോ നമ്മൾ ഷർട്ട് അയക്കണോ ഒരെണ്ണം തിരുവനം? ഷർട്ട് അയക്കണം എന്ന് പറഞ്ഞാലും ഷർട്ട് ഇടണമെന്ന് പറഞ്ഞാലും സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങളിലും പരിഹാരം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ചു. എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു വിവാദങ്ങളിലേക്ക് നമ്മുടെ നാടിനെ നയിക്കുന്നത്? പല പ്രശ്നങ്ങളിൽ നിന്ന് ഇവർക്ക് ഒളിച്ചോടണം. മതഭീകരവാദികളുടെ പിന്തുണ കുറച്ചുകൂടി കിട്ടണം. ആചാര പരിഷ്കരണം വൺ വേ ട്രാഫിക്കാണ് കേരളത്തിൽ. അതാണ് നമ്മുടെ ഒരു ഗതികൾ. ഈ വിപ്ലവകാരികളെല്ലാം എല്ലാവരോടും ഈ കാര്യം പറഞ്ഞ പ്രശ്നമില്ല, ഞങ്ങൾ സമ്മതിക്കും. എല്ലാവരോടും പറയില്ല, സനാതന ധർമ്മക്കാരോട് മാത്രം. അവര് ആർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ടയാണല്ലോ. സനാതന ധർമ്മക്കാരുടെ നെഞ്ചത്ത് ചെണ്ട കൊട്ടാൻ എല്ലാവരും വരും. മറ്റാരോടും ഒന്നും പറയാനുള്ള ധൈര്യമില്ല. നമ്മുടെ നാടിന്റെ അവസ്ഥയാണ്. ഞാൻ അതിനെപ്പറ്റി കടക്കുന്നില്ല. എല്ലാ സമുദായങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. എല്ലാ സമുദായങ്ങളിലും ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മുടെ നാടിന്റെ ഒരു സ്ഥിതിയാണ്. നമ്മള് ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് എപ്പോഴും സംസാരിക്കും. ചില സമുദായങ്ങളിൽ സ്ത്രീകൾക്ക് ക്ഷേത്ര ആരാധനാലയങ്ങളിൽ പ്രവേശനമില്ല. നമ്മളാരും പോയിട്ട് അവരെ ഉടനെ പ്രവേശിപ്പിക്കണമെന്ന് പറയുന്നില്ല. എല്ലാ ആരാധനാലയങ്ങളിലും ദേവാലയങ്ങളിലും നിങ്ങൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് നമ്മളാരും പറയാറില്ല. കാരണം ഒരു പരിഷ്കൃത സമൂഹം അങ്ങനെ പറയില്ല. അത് ആ സമുദായത്തിലെ ആൾക്കാർക്കാണ് തോന്നേണ്ടത്. ഞാൻ നോക്കട്ടെ, ഇപ്പൊ കാന്തപുരത്തിന്റെ മുമ്പിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇരുന്നില്ല. മുഖ്യമന്ത്രി നിന്നു, കാന്തപുരം ഇരുന്നു. ഒരു വാക്ക് അദ്ദേഹത്തോട് പറയായിരുന്നില്ലേ പള്ളികളിലൊക്കെ യുവതികളെ പ്രവേശിപ്പിക്കണം? പക്ഷെ മുഖ്യമന്ത്രിക്ക് അതിനുള്ള ധൈര്യമില്ല. ഇതിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിന് അതിനുള്ള ധൈര്യമില്ല. ഞാൻ പറയുന്നത് BJP ഒരിക്കലും അത് പറയില്ല. കാരണം എന്താ? BJP എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു. മതങ്ങളിൽ പരിഷ്കാരം വേണോ, ആചാരങ്ങളിൽ പരിഷ്കാരം വേണോ, അവർ തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു സിവിൽ നിയമം ഇവിടെ ആവശ്യമുണ്ട് എന്നുള്ള ഒറ്റ ഒരു പോയിന്റിൽ മാത്രമാണ് ഞങ്ങൾക്ക് തർക്കമുള്ളത്. എന്താ കാരണം? സിവിൽ നിയമങ്ങളെ പോലെ തന്നെ ക്രിമിനൽ നിയമങ്ങളെ പോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ വരുമ്പോൾ അതിനെ മതം വെച്ച് നിങ്ങൾ ബാർഗൻ ചെയ്യരുത് എന്നുള്ള ഒറ്റ പോയിന്റിലെ ഞങ്ങൾക്ക് തർക്കമുള്ളൂ. സിവിൽ കോഡ് വേണമെന്ന് ഞങ്ങൾ പറയും. എന്താ കാരണം? സ്ത്രീകളെ 3 തലാഖ് ചൊല്ലി മൊഴി ചൊല്ലുമ്പോൾ നമ്മൾ പറയും അത് നിയമവിരുദ്ധമാണ്, മനസാക്ഷിക്ക് വിരുദ്ധമാണ്, ധാർമ്മിക വിരുദ്ധമാണ്. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീയെ ഒരു കാരണവുമില്ലാതെ എപ്പോൾ വേണമെങ്കിലും മൊഴി ചൊല്ലാൻ പാടില്ല. അതിൽ BJPക്ക് ഇടപെടും. അത് BJP ഇടപെടേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളെ സർക്കാർ അത് സുചിന്തിതമായ നിലപാടാണ്. ഞങ്ങൾ സ്ത്രീകൾക്കെതിരായ കടന്നാക്രമണങ്ങൾ വരുമ്പോൾ അതിന് മതത്തിന്റെ മറ പിടിച്ച് അവരെ ഷീൽഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ എതിർക്കും. അതിനപ്പുറത്ത് മതപരിഷ്കരണവും ആചാര പരിഷ്കരണവും ഒക്കെ അവരുടെ മതം എങ്ങനെ വേണമെങ്കിലും നിർവഹിക്കും. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ,
എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. പരിഷ്കാരങ്ങൾ ധർമാചാര്യന്മാർ ഒരുമിച്ച് ഇരുന്ന് തീരുമാനിക്കട്ടെ. ശിവഗിരി മഠം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, ഞങ്ങൾ ആരും ശിവഗിരി മഠത്തിനെ എതിർത്തില്ല. പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായം കേൾക്കുമ്പോഴേക്ക് വൈകാതെ ഞങ്ങളിത് ഇപ്പോൾ ശരിയാക്കി കളയുമെന്നുള്ള ഒരു നിലപാട് പിണറായി വിജയൻ എടുത്താൽ അത് ശരിയല്ല. ഒരു വിഭാഗത്തിന് മുകളിൽ എപ്പോഴും കുതിര കയറാം എന്നുള്ള ഒരു നില നിങ്ങൾ വെച്ചു പുലർത്തരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നത്. കേരളത്തിൽ വളർന്നു വരുന്ന ദേശീയ ശക്തികളുടെ ആവിർഭാവത്തിന് അത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല നീക്കം. ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ഇതുപോലത്തെ പല കാര്യങ്ങളും വരും. ഇതൊന്നും ആയിരിക്കില്ല. എങ്ങനെ തമ്മിലടിപ്പിക്കാം എന്നുള്ള ഒരു വലിയ നിരന്തരമായ ശ്രമം നമ്മൾ വിചാരിക്കേണ്ട പിണറായി വിജയൻ മാത്രമാണെന്ന്. കോൺഗ്രസ് അതിനേക്കാൾ വലിയ കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം BJPയും മൂന്നാം ഒരു ബദലും ശക്തമായി വളർന്നു വരുന്നതിന് ആർക്കും ഇഷ്ടമില്ല. ഇപ്പൊ ഇന്നലെ മന്നം ജയന്തിയായി, മന്നത്താചാര്യന്റെ ജയന്തി നമ്മളെല്ലാവരും ആഘോഷിച്ചു. നമ്മൾ ഓർക്കണം, മന്നത്താചാര്യൻ കേരളത്തിൽ ഒരു വലിയ നവോത്ഥാനം കൊണ്ടുവന്ന മഹാപുരുഷനാണ്. പക്ഷെ അദ്ദേഹം വളരെ സജീവമായി കേരളത്തിന്റെ ഈ ഒരു എന്താ പറയുക, ഒരു ജീർണതയ്ക്കെതിരായും അദ്ദേഹം നിലപാടെടുത്തു. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ മാത്രം പറയും. 1960കളിൽ പെട്ടെന്നാണ് പിള്ളയുടെ സർക്കാർ ഇവിടെ വന്നു, കോൺഗ്രസിന്റെ. പെട്ടെന്നാണ് പിള്ളയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് PSP സർക്കാർ വന്നപ്പോൾ ആ സർക്കാരിൽ പലതരത്തിലുള്ള അന്തഛിദ്രങ്ങൾ ഉണ്ടായി. കോൺഗ്രസിൽ തന്നെ വലിയ PT ചാക്കോയുടെ ഗ്രൂപ്പ് വേറെ, ഗോവിന്ദൻ നായരുടെ ഗ്രൂപ്പ് വേറെ, വലിയ അടികളുണ്ടായി. അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോയപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പെട്ടെന്നാണ് പിള്ളയെ പഞ്ചാബ് ഗവർണറായിട്ട് നിയമിച്ചു. പഞ്ചാബ് ഗവർണറായിട്ട് നിയമിച്ചപ്പോൾ തിരിച്ച് താഴെ കൊണ്ടുവന്ന് നമ്മുടെ ഇദ്ദേഹത്തെ R. ശങ്കറിനെ മുഖ്യമന്ത്രിയാക്കി. R. ശങ്കറിനെ മുഖ്യമന്ത്രിയായപ്പോൾ ഈ PT ചാക്കോയും R. ശങ്കറും തമ്മിലുള്ള അടി ശക്തമായിട്ട് തുടർന്നു. അവസാനം 64 ആവുമ്പോൾ PSP അവിശ്വാസ പ്രമേയം സർക്കാരിനെതിരെ കൊണ്ടുവന്നു. PT ചാക്കോയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സുകാർ കുറെ പേര് 10-15 ആൾക്കാർ മാറിയിട്ട് വോട്ട് ചെയ്തു. ആ സർക്കാർ താഴെ വീണ് വലിയ പ്രശ്നമായി. 65 ഒരു തെരഞ്ഞെടുപ്പ് നടന്നു നമ്മുടെ നാട്ടിൽ. ആ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് KM ജോർജിന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ കക്ഷി കേരളത്തിൽ ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ് വേണം, ഒരു മൂന്നാം ബദൽ വേണമെന്നുള്ള ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു കേരള കോൺഗ്രസ് ഇവിടെ രൂപം കൊണ്ടു. നിങ്ങൾ ആലോചിക്കണം, ഇന്നിപ്പോ ഇവിടെ സുരേഷ് ഗോപി ജയിച്ചു. ഈ ഒരു തൃശ്ശൂരിന്റെ അപ്പുറം കടന്ന് എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, അങ്ങ് കൊല്ലം വരെയുള്ള ഭാഗങ്ങളിൽ അവര് ഒറ്റക്ക് മത്സരിച്ച 54 സീറ്റിൽ 24 സീറ്റിലും അവർ ജയിച്ചു. 24 സീറ്റിലും അവർ ജയിച്ചു. അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ മാറ്റം ആ കാലത്തുണ്ടായി. കേരള കോൺഗ്രസിന് മാത്രമായിട്ട് 24 സീറ്റ്. ആരാണ് അതിന് പ്രവർത്തിച്ചത്? ഞാനിത് പറയാൻ കാരണം, കോൺഗ്രസിന്റെ കള്ളക്കളികൾ ശരിയായി മനസ്സിലാക്കിയ ആളായിരുന്നു മന്നത്താചാര്യൻ. കോൺഗ്രസിലെ ജീർണതയും അഴിമതിയും സ്വജനപക്ഷപാതവും ശരിയായി മനസ്സിലാക്കിയിട്ടാണ് ആചാര്യൻ പരസ്യമായി പിന്തുണ കൊടുത്തത്. മന്നത്തിന്റെ പിന്തുണയോടുകൂടിയാണ് കേരള കോൺഗ്രസ് എന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതാണ് മധ്യ കേരളത്തിലും മധ്യ തിരുവിതാംകൂറിലും ഒരു കൊടുങ്കാറ്റായിട്ട് കേരളം മാറിയത്. അതാണ് ആദ്യത്തെ തേർഡ് ഓൾട്ടർനേറ്റീവ് പരീക്ഷണം കേരളത്തിൽ. മന്നത്താചാര്യനാണ് അതിന് നേതൃത്വം നൽകിയത്. ഇന്ന് പല ആളുകളും അത് മറന്നുപോയി. കോൺഗ്രസ് ആണ് നല്ലത് എന്നുള്ള ചില ധാരണയിലാണ് പലരും പ്രവർത്തിക്കുന്നത്. മന്നത്താചാര്യൻ അതിശക്തമായിട്ട് ഇടപെട്ടത് കൊണ്ടാണ് അന്ന് ഒരു മൂന്നാം ബദൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതേ സാഹചര്യമാണ് ഇപ്പോഴും കേരളത്തിലുള്ളത്. ഒരു ശരിയായ മൂന്നാം ബദലിനുള്ള തുടക്കം കേരളത്തിലായിരിക്കുന്നു. അതിന് തുടക്കം കുറിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിക്കാണ്. തൃശ്ശൂരിൽ നിന്നാണ് അതിന് തുടക്കം കുറിക്കാൻ നമുക്ക് സാധിച്ചത്. തൃശ്ശൂരിൽ നിന്ന് തുടക്കം കുറിച്ച ഈ ദീപശിഖ നമ്മൾ 2026 ആവുമ്പോഴേക്കും അന്ന് നമ്മൾ സ്വപ്നം കണ്ട മന്നത്താചാര്യനും മറ്റും സ്വപ്നം കണ്ട ആ ഒരു ശരിയായ മൂന്നാം ബദൽ 2026 ആവുമ്പോഴേക്കും കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനുള്ള അക്ഷീണമായ പോരാട്ടത്തിലാണ് ഓരോ BJP പ്രവർത്തകരും ഏർപ്പെട്ടിരിക്കുന്നത്. അതിനെ തടസ്സപ്പെടുത്താൻ, തമ്മിലടിപ്പിക്കാൻ, വിഭാഗീയത ഉണ്ടാക്കാൻ, ബഹളം വെക്കാൻ, ഐക്യം തകർക്കാനൊക്കെയുള്ള പല ഇടപാടുകളും അടുത്ത ഒരു വർഷം നടക്കും. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ കാലമായതുകൊണ്ട് അതും കൂടെ പറയാം. വളരെ വളരെ ആസൂത്രിതമായ പ്രചാരവേല. ഈ ഇരിക്കുന്നവരൊന്നും, ഈ കാണുന്ന കൊടകളുണ്ടല്ലോ, ഇവരൊന്നും നമ്മുടെ സുഹൃത്തുക്കളല്ല. ഇവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അതൊക്കെയാണ് ശരിയെന്ന് വിചാരിച്ചാൽ ഇതൊന്നും ശരിയല്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും.
പ്രത്യേകിച്ച് ഈ കുടകളൊക്കെ നമ്മളെ ഇങ്ങനെ കാത്ത് ഇരിക്കുന്നത് നമ്മുടെ വായിൽ നിന്ന് എന്താണ് വീഴുന്നത് നോക്കാനാണ്. അതുകൊണ്ട് ഇനിയുള്ള ഒരു വർഷം നുണപ്രചാരണങ്ങളും കള്ളപ്രചാരണങ്ങളും നമ്മുടെ ആത്മവിശ്വാസം തകർക്കാനുള്ളതായിരിക്കും. അതിനെല്ലാം നാം നേരിടും. BJP-യുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാൻ അവരോടും കൂടി പറയാണ്, അതിമനോഹരമായി കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള തെരഞ്ഞെടുപ്പ് പാർട്ടി ആഗ്രഹിക്കുന്ന അതേ രീതിയിൽ കേരളത്തിൽ നടക്കും. ഒരു തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾക്ക് നിങ്ങൾക്ക് സ്ഥാനമില്ല ഞങ്ങളുടെ മനസ്സിൽ, പാർട്ടി പ്രവർത്തകരുടെ മനസ്സിൽ എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ സന്തോഷകരമായ മുഹൂർത്തത്തിൽ എൻ്റെ ആമുഖ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ പ്രത്യേകമായിട്ടുള്ള അഭിവാദ്യങ്ങൾ ജില്ലയിലെ ഓരോ പ്രവർത്തകർക്കും നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം.